السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. സുമനസ്സുകളായ സുധീർത്തരെ, ഇസ്ലാമിന്റെ മുന്നേറ്റ പ്രയാണത്തിൽ മാറ്റി നിർത്താനാവാത്ത ഒരു അധ്യായമാണ് ഉഹുദ് യുദ്ധം. മദീനയുടെ സമീപ പ്രദേശമായ ഉഹുദ് മല ഇസ്ലാമിക ചരിത്രത്തിൽ ഇടം പിടിക്കുകയാണ്. 700ഓളം വരുന്ന മുസ്ലിം ന്യൂനപക്ഷം 3000ഓളം വരുന്ന ശത്രുപക്ഷത്തെ നേരിടുന്ന ഒരു വലിയ രംഗമാണ് ഞങ്ങൾ ഇന്നിവിടെ വിശദീകരിക്കാൻ പോകുന്നത്. അത് പഠിച്ചെന്നിട്ടവരുടൻ മുന്നേ തടി തന്നെ ഉരത്താലേ അതിൽ കോഫിറുകളിൽ ചിലർ തലൈവരെ വരികളെ നെറുനേരെ ചില തോളരകളെ താലേ നിലവുടയോദ്ധങ്ങൾ വീർന്നുരുത്തി തിരുമാണി നബിയാലേ. തന്ത്രജ്ഞാനിയായ യോദ്ധാവ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുസ്ലിം സൈന്യത്തെ അണിയൊപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. പരിശുദ്ധ ദീനിന്റെ ധർമ്മധ്വജം സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹു അൻഹുവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു. മറുപക്ഷത്ത് ഖാലിദ് ഇബ്നു വലീദ് സർവായുധ വിഭൂഷിതനായി നിലയുറപ്പിച്ചിട്ടുണ്ട്. ഉഹദിലെ ജബൽ റുമാദ്, അവിടെ 50 സ്വഹാബികളെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർത്തിയിട്ടുണ്ട്. അവരോട് ചില കാര്യങ്ങൾ മുത്തുനബിക്ക് പറയാനുണ്ട്. കൂട്ടം ഉമൈ കണ്ടാലും വരണ്ടായിലൈനാനി ഇവിടെ വിട്ട് വരുവാനിനക്കുന്ന നയോവല്ലാതെ ഒരു തുന്നിതാ നമ്മൾ ഉലകപ്പെട്ടേ പോകുന്നരയുങ്ങൾ തളർന്നെന്നാലോ ഉരമേ ഭവനങ്കെ ഇളകിടേണ്ട ഉദകം നമുക്കുങ്ങൾ ചെയ്യുക വേണ്ട വെല്ലാഹുറഫേറ്റം സ്വഹാബാക്കളെ വെള്ളിയിരുത്തിട്ട് ഇരണ്ടാ കോണിൽ. ഓ സ്വഹാബ, നിങ്ങൾ യുദ്ധക്കളത്തിൽ വരേണ്ടതില്ല. ഞങ്ങൾ യുദ്ധത്തിൽ എന്ത് സംഭവിച്ചാലും നിങ്ങൾ വരേണ്ടതില്ല. ഇനി നമ്മൾ യുദ്ധത്തിൽ വിജയിച്ച് ഗനീമത്ത് സ്വത്ത് ഒരുമിച്ച് കൂട്ടുകയാണെങ്കിലും നിങ്ങൾ വരേണ്ടതില്ല. പക്ഷേ അവിടെ എന്ത് സംഭവിക്കുന്നു? പടയട്ടാർ മുതലെടുക്കുന്നേ ശുഗലകപ്പെട്ടേ തിരകളവിളേ പതിലട്ടോർ മലക്കിട്ടേ ഏറ്റം മഹദുറ്റാറ്റിയ സഹമുഖ അടലി ഫാർത്തവർ അബ്ദുല്ലാഹി ജുബൈറണ്ടോ ജമികളോ അവിടെ പോയി ക്ഷണമോനി മതി ഫുളുത് അവരെ പോൽ നമുക്കെടുത്തിടാ. ശക്തമായ പോരാട്ടത്തിൽ ശത്രുക്കൾ കളം വിട്ടോടി. മുത്തുനബിയും സഹാബത്തും ഗനീമത്ത് ശേഖരിക്കാൻ തുടങ്ങി. ഇത് കണ്ട ചില സഹാബാക്കൾ മലമുകളിൽ നിന്ന് വിട്ടിറങ്ങി. യുദ്ധം വിജയിച്ചില്ലേ, ഇനി ഇവിടെ നിൽക്കേണ്ട കാര്യമെന്താ? പക്ഷേ ജുബൈർ തങ്ങളും 10 സഹാബാക്കളും അവിടെ നിന്ന് അനങ്ങിയില്ല. കാരണം മുത്തുനബി തങ്ങൾ നമ്മളോട് ഇറങ്ങാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഈ രംഗം ഇക്രിമത്തും ഖാലിദ് ഇബ്നു വലീദും കണ്ട് മലമുകളിലേക്ക് ഇരച്ചു കയറി ബാക്കിയുള്ള സഹാബത്തിനെ അവിടെ വെച്ച് കൊലപ്പെടുത്തുകയാണ്. ഈ രംഗം ഇബ്ലീസ് ലഅനത്തുല്ലാഹി കണ്ട സമയത്ത് അപ്പോൾ വന്നെടുത്തതായി ഇബ്ലീസ് അതുവല്ല സോഹ ആലമാൽ വിളിത്ത് ചൊല്ലി യാ ഇബാദല്ലാഹ് തിഫമാൽ ബായിഫുരത്ത് കോടി നീരല്ല സാരെ ഇത്ത് കാത്ത് നീണ്ട് കോൾവിൻ വേണ്ടവർ ചൊല്ല. ഇബ്ലീസ് ആർത്തട്ടഹസിച്ചുകൊണ്ട് പറയുകയാണ്, ഓ ദൈവത്തിന്റെ അടിയാറുകളെ, എല്ലാവരും ഈ മലയുടെ ഭാഗത്തേക്ക് കടന്നു വരൂ.
ഓടിപ്പോയ കുഫാറിനെയാണ് അവൻ വിളിച്ചു വരുത്തുന്നത്. ആ സമയം അവിടുത്തെ അവസ്ഥ ആകെ മാറിയിരിക്കുകയാണ്. പുതിയൊരു യുദ്ധത്തിനുള്ള കൂപ്പുകൂട്ടുകയാണ് അവിടെ. അടലിലിത് ഫല്ലേറിയ സിദ്ധി തുടകത് ഷഫൽ ചെയ്തരി ഹംസ അവർ കുലനിട്ടിടയകമുതമുറ്റിയ മഹിഷുജവോജ കുഫിർ ഖുറൈശികളിൽ അഗ്ജദി ഹത്തുകൾ ഒരു പദമുറ്റിയും 20 പേരാ കടുമനിലപ്പോൾ കാളര സോഫിൽ ഇടവളി വെട്ടാൻ ചോരിതമുറ്റി കലമബഹത്തുയിൽ കിതകിതമെത്താൻ ഇസ്മസിബ അവഹൊരു സ്വഹബിൻ അറബ് നിലക്കിണ ഇവിടമി നിൽക്കുമയുമകളിലാരാ ദിനം കലർന്ന ഉഹദിന്റെ മണൽത്തരികളിൽ ചീറിപ്പായുകയാണ് ഹംസ റളിയല്ലാഹു അൻഹു. 31ഓളം വരിഞ്ഞ ശത്രു ജീവനുകളെ അരിഞ്ഞു വീഴ്ത്തിക്കൊണ്ട് പ്രകമ്പനം കൊള്ളിക്കുമ്പോൾ അതാ കാളരുടെ സ്വപ്പിൽ നിന്നൊരു മല്ലൻ. അതേ സിപാഹിയാണ്. ഞാൻ അബ്ദുൽ ഖസയുടെ മോനാ, എന്നോട് പോരടിക്കാൻ പറ്റിയ ആരാടാ നിങ്ങളുടെ കൂട്ടത്തിലുള്ളത്? ഈ ഒരു വെല്ലുവിളി കേൾക്കേണ്ട താമസം ഹംസ റളിയല്ലാഹു അൻഹു വെറുതെ വിടുമോ? ഇല്ല, ഒരിക്കലുമില്ല. കടുക വെളിത്താൽ ചോരണ ബമ്പർ യബിന മുഖത്തിയ തുൽബുലുരണ്ടർ കഥനിയ തത്തുകൾ മതമതുമുത്തിര ചൊരിയുക വേണ്ട അടർപ്പൊരുതിടുവാൻ കരുതിരനെത്തിടന വിലടുത്തി ഭയനുമറിയണ്ട അറുകല ചുറ്റി ചാടി ക്ഷണത്തിൽ നനയടി മസ്തർ തേശിടുമപ്പോൾ അർഹമതത്തിലെ ബറുകിൽ കടുപ്പന് ഒരു നുറുബാരി മഹപടനിലവർ അറനില കൊന്നവർ ഹറബിലത് തിട ചെറുകതിനാരേ. എടാ, നീ വലിയ ഭംഗീഷമൊന്നും പറയണ്ട. നീ ആ ഒത്താശ പെണ്ണിന്റെ മോനല്ലടാ. കുടുംബ മഹിമവും വലിപ്പത്തരവും പറയാതെ പോരടിക്കാനുണ്ടെങ്കിൽ ഇങ്ങോട്ട് കയറി വാടാ. ഇതും പറഞ്ഞ് ഹംസ റളിയല്ലാഹു അൻഹു ഒരു ചുവടങ്ങ് വെച്ചു. സിപാഹിയെ രണഭൂമിയിൽ വെട്ടിപ്പിളർത്തി. സിപാഹിയുടെ പടക്കുപ്പായം ഊരിയെടുക്കുന്നതിന് വേണ്ടി കുനിഞ്ഞ ഹംസ റളിയല്ലാഹു അൻഹുവിനെ ഒരാൾ തക്കം പാർത്തിരിക്കുന്നുണ്ട്. യുദ്ധത്തിലൊന്നും അദ്ദേഹം പങ്കെടുത്തിട്ടില്ല. ഹംസ റളിയല്ലാഹു അൻഹുവിനെ മാത്രം ലക്ഷ്യം വെച്ചിരിക്കുകയാണ്. ആരാണ് അയാൾ? താരമ്യണ്ടത്തോറച്ചവൻ വീരുത്താനെ ഇകരതി വാകുത്താനെ ഭക്ഷിയുമാടുത്താരേ പിരിശിൽ കണ്ടവർ പിൻവില്ലണുന്താരേ മിൽമിയേറിന്താരേ അവരുടെ പൂറന്താനേ പടപേരയിൽ മേയൽ പാലിന്താരേ അജബതിൽ പേടുന്താനേ ഭൂമിയിൽ പേടുന്താനേ. തക്കം പാർത്തിരിക്കുന്ന വഹ്ഷി ആളുകളെയെല്ലാം വകഞ്ഞു മാറ്റി ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തെത്തിയിട്ടുണ്ട്. ഘോരമായ യുദ്ധം ചെയ്ത് തളർന്നിരിക്കുന്ന ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ പുറത്തേക്ക് ക്രൂരത കൊണ്ട് മൂർച്ച കൂട്ടിയ ആ ചാട്ടുളി ഉതിർത്ത് വിടുകയാണ്. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ പുറം തുളച്ച് വയറിന്റെ ഭാഗത്ത് തള്ളി നിൽക്കുകയാണ്. ഇല്ല, വേദന സഹിക്കുന്നില്ല. അല്ലാഹുവിന്റെ ഖലാ സംഭവിക്കുകയാണ്. ഉഹദ് മല പ്രകമ്പനം കൊണ്ടു ദീനിനു വേണ്ടി പോരാടിയ ആ രണശൂരൻ താങ്ങാത്ത മരണവേദനയിൽ ആ ചുടുമണലിൽ തന്റെ ശരീരം അമർത്തി പിടിച്ചിരിക്കുകയാണ്. മുസ്ലിം സൈന്യം ഒന്നടങ്കം കണ്ണീരിൽ കുതിർന്നു നിൽക്കുമ്പോൾ അതാ ഹിന്ദ് കയറി വരികയാണ്. ആ കരൾ കടിച്ചു കീറുകയാണ്. പ്രിയരെ, ഈ ഹിന്ദും വഹ്ഷിയുമൊക്കെ ആ തിരുബറക്കത്ത് കൊണ്ട് ഇസ്ലാം പുൽകിയവരാണ്, ഇസ്ലാം പുൽകി തന്നവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഫളല് കൊണ്ട് നമ്മെ എല്ലാവരെയും സ്വീകരിക്കുമാറാകട്ടെ. വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.